നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കണം. ജാമ്യാവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ജാമ്യം അനുവദിച്ചു നൽകുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ആശങ്കകൾ ഇതിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് കോടതി നടത്തുന്നത് എന്താണ്? പ്രതീക്ഷ, ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക വിചാരണ കോടതിയിൽ ഈ നടക്കുന്ന നടപടികളെ സംബന്ധിച്ചാണ്. കാരണം ഈ കോടതിയിൽ ഇന്ന് പൾസർ സുനിയുടെ അഭിഭാഷകരും സംസ്ഥാന സർക്കാരിൻ്റെ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ വിചാരണ ഈ ദിലീപിൻ്റെ അഭിഭാഷകർ അനന്തമായി നീട്ടുന്നു എന്നതാണ്. അതിൽ വലിയൊരു ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ഏതാണ്ട് 87 ദിവസത്തോളം വിസ്തരിച്ചു എന്നതാണ്. ഒരു കേസിൽ വിചാരണ നടത്തുവാൻ ഒരു കേസിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു പ്രതിയുടെ അഭിഭാഷകന് മാത്രം, അതായത് ദിലീപ് 8ാം പ്രതി മാത്രമാണ്, ഒരു പ്രതിയുടെ അഭിഭാഷകന് മാത്രം ഇത്രയധികം സമയം വിസ്തരിക്കാനുള്ള അനുമതി നൽകിയതിന് സുപ്രീം കോടതി ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത്. വിചാരണ കോടതി ഈ നടപടികൾ തടയാത്തത്, അതായത് ഇങ്ങനെ വിചാരണ നീണ്ടുപോയത് തടയാത്തത് നിർഭാഗ്യകരമാണ് എന്നും ജസ്റ്റിസ് അഭയ സൗഖ്യയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അഭിപ്രായപ്പെടുകയും ചെയ്തു. തുടർന്ന് കോടതി പറഞ്ഞത് ഇതിൽ വിചാരണ സമീപകാലത്തൊന്നും തീരുമെന്ന് തങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ 7.5 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു എന്ന കാരണത്താൽ എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോടതി പൾസർ സുനിയെ ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിചാരണ കോടതിക്കാണ് ഈ ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കാനുള്ള അധികാരം ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് അഥവാ പ്രോസിക്യൂഷന്റെ നിലപാട് വിചാരണ കോടതിക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ ശക്തമായ ഈ ജാമ്യ വ്യവസ്ഥകൾക്കായി സംസ്ഥാന സർക്കാരിന് ഈ വിചാരണ കോടതിയിൽ വാദം ഉന്നയിക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൾസർ സുനി ജയിൽ മോചിതനാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ ഈ കേസിൽ 9 പ്രതികളാണ് ഉള്ളത്. 9 പിന്നീട് 2 പേരെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 11 പ്രതികളാണുള്ളത്. ഇതിൽ പൾസർ സുനി, കേസിലെ 1ാം പ്രതി പൾസർ സുനി ഒഴികെ ബാക്കി എല്ലാവർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിക്ക് വളരെ വൈകാതെ തന്നെ ഈ ജാമ്യം നൽകി പൾസർ സുനിക്ക് പൾസർ സുനിയുടെ ജയിൽ മോചനം ഉണ്ടാകുമെന്നതാണ് ഇന്നത്തെ ഈ ഉത്തരവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു പ്രധാനപ്പെട്ട ആശങ്കകൾ ഈ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് മുൻപാകെ സംസ്ഥാന സർക്കാർ വെച്ചത് എന്തൊക്കെയാണ്? ഈ ജാമ്യ വ്യവസ്ഥകൾ അത് നിശ്ചയിക്കുമ്പോൾ തീർച്ചയായും ഈ കൺസേൺ അനുസരിച്ച് സ്റ്റേറ്റിൻ്റെയും ഇരയുടെ ഒക്കെ തന്നെ ആശങ്കകളുണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഒരു കടുത്ത വ്യവസ്ഥ തന്നെ ഉൾപ്പെടുത്തേണ്ടി വരേണ്ടതാണ്? സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന സത്യവാങ്മൂലം നമ്മൾ ഇന്നലെ നൽകിയിരുന്നു. അതിൽ സംസ്ഥാനം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പൾസർ സുനിയെ സംബന്ധിച്ച് പറഞ്ഞത്, പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുത്. അദ്ദേഹം ജാമ്യത്തിലിറങ്ങി പുറത്തു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കേസിലെ സുപ്രധാനമായ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ പുറത്തു വരാനുള്ള സാഹചര്യമുണ്ട്. അതിലൂടെ അതിജീവിതയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുടങ്ങിയ ആശങ്കകളൊക്കെ ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ജാമ്യം നിഷേധിക്കുന്നതിനായി വാദങ്ങൾ നടത്തിയിരുന്നു. സംസ്ഥാനം മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. അതായത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകരിൽ ഒരാളാണ് രഞ്ജിത് കുമാർ. രഞ്ജിത് കുമാറിനെ ഇന്ന് ഹാജരാക്കിയിട്ട് പോലും സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ഈ ശക്തമായ നിലപാട്, അതായത് ഒരു പ്രതിയെ ഇങ്ങനെ അനന്തമായി ജയിലിലിടാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വിചാരണ, അതായത് 7.5 വർഷത്തോളം അദ്ദേഹം ഈ ജയിലിൽ കഴിയുകയാണ്. ആ കേസിലെ വിചാരണ സമീപകാലത്തൊന്നും തീരുന്ന ഒരു അവസ്ഥയില്ല. തുടങ്ങിയ സുപ്രീം കോടതിയുടെ നിലപാടുകൾ, ആ നിലപാടുകളെ മറികടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു പിടിവള്ളി വിചാരണ കോടതിയിൽ ഏറ്റവും ശക്തമായ ഈ കർശനമായ ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുക എന്നതാണ്. അതിൽ സംസ്ഥാനത്തിനും പ്രോസിക്യൂഷനും എത്രത്തോളം വിചാരണ കോടതിയെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ അവരുടെ തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ വേണ്ടി കഴിയുമെന്നതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും ശ്രദ്ധേയവും നിർണായകവുമായി മാറാൻ പോകുന്ന കാര്യം. ബാലു, എന്തൊക്കെ ആശങ്കകൾ, ഏതൊക്കെ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കോടതി 2 ജസ്റ്റിസുമാർ ഈ വിചാരണയെ അത്ഭുതത്തോടുകൂടി നോക്കുന്നത്?
കഴിഞ്ഞ തവണ തന്നെ ഈ കേസ് പരിഗണിച്ചിരുന്നപ്പോൾ ജസ്റ്റിസ് അഭയ സോക്ക, അതായത് ഈ ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ജസ്റ്റിസ് അഭയ സോക്ക ഈ പൾസർ സുനിയെ ഇങ്ങനെ ജയിലിൽ ഇടുന്നതിനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനം തന്നെ ഈ കേസിൽ രഞ്ജിത് കുമാറിനെ തന്നെ ഹാജരാക്കിയത്. സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ വിചാരണ ഇത്രത്തോളം നീണ്ടുപോകുന്നത്, അതായത് പ്രോസിക്യൂഷന് എങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്രയധികം ദിവസം, അതായത് 7 മാസത്തോളമാണ്, 7 മാസത്തോളം നീണ്ടുനിന്ന 87 ദിവസം, കൃത്യമായി പറഞ്ഞാൽ 87 ദിവസത്തെ വിസ്താരമായിരുന്നു ഈ ബൈജു പൗലോസിന്റെ വിസ്താരം ഈ വിചാരണ കോടതിയിൽ നടന്നിരുന്നത്. ആ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംസ്ഥാനം അതിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഈ പൾസർ സുനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും തുടർന്ന് സംസ്ഥാന സർക്കാരും അതിനോട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയില്ല. ഡൽഹിയിൽ നിന്നും ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നൽകിയത്.